ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോവാം കേട്ടോ. ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാം. അപ്പോൾ നാളെയാണ് തിരുവോണം. നാളെ തിരുവോണം അവിടെ നിന്നിട്ട് പിറ്റേന്ന് നമ്മൾ എൻ്റെ വീട്ടിലോട്ട് പോവും. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ആ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം രാത്രിയായി, നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ കുളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒരുങ്ങി റെഡിയായി. ഇനി നമുക്ക് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഫുഡിൻ്റെ ഇൻചാർജ് എന്ന് പറഞ്ഞത് ചേട്ടോ. ഇത് നമ്മുടെ അമ്മയുടെ വീടിൻ്റെ അപ്പുറത്ത് താമസിക്കുന്ന രണ്ട് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോഴത്തേന് നീലൂട്ടന് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴാട്ടോ, സിറ്റൗട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴേ രണ്ട് കുരങ്ങന്മാർ അങ്ങനെ പോയിട്ടോ. ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു. അങ്ങനെ പോയി. അപ്പോൾ കുഞ്ഞിനെ മാത്രമേ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വൈകിട്ടൊരു 4-4:30 ആയപ്പോഴത്തേനും എല്ലാവരും കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ. അപ്പോൾ ചേട്ടായി പറഞ്ഞു ചേട്ടായിക്ക് നാരങ്ങയുള്ളോ ജ്യൂസോ എന്തെങ്കിലും വേണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, നമ്മൾ വന്നപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ ഇന്നലെ രാത്രി തന്നെ ഓൾറെഡി നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് ഞാൻ വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പക്ഷേ തണ്ണിമത്തൻ കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു. പഞ്ചസാര അധികമൊന്നും ഇടേണ്ടി വന്നില്ല, അതിന് ഓൾറെഡി നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പം ആദ്യം എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ആദ്യം ജ്യൂസ് അടിച്ചപ്പോഴത്തേനും വെള്ളം ഒഴിച്ചിട്ട് ജ്യൂസ് അടിച്ചു പോയി കേട്ടോ. അപ്പം അധികം വെള്ളമായിപ്പോയി. പിന്നീട് 2-3 ട്രിപ്പ് പിന്നെ ജ്യൂസ് അടിച്ചപ്പോഴത്തേനും വെള്ളം ഒഴിച്ചില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജ്യൂസിന്. അപ്പോൾ അത് ജ്യൂസ് അടിച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാവർക്കും തികഞ്ഞില്ല കേട്ടോ. ഞങ്ങൾ പിന്നെ തിരിച്ച് രാത്രിയായപ്പോൾ, തിരുവോണത്തിൻ്റെ അന്ന് രാത്രിയായപ്പോൾ ഈ ജ്യൂസ് തീർന്നപ്പോഴത്തേനും ഞാനും ചേട്ടായും കൂടെ ഒന്ന് പോയി നോക്കി കേട്ടോ. പക്ഷേ പോയപ്പം തണ്ണിമത്തനൊന്നും കിട്ടിയില്ലായിരുന്നു. എല്ലാവരും ക്ലോസ് ചെയ്തിട്ട് പോയായിരുന്നു. പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ പോട്ടെ, പിന്നീട് വാങ്ങിക്കുമ്പോൾ ജ്യൂസൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ നല്ല പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോഡിലൊക്കെ. പക്ഷേ എന്തോ ചെയ്യാൻ, ഒന്നും കാണാനായിട്ട് പറ്റത്തില്ലായിരുന്നു. നീലുട്ടനെ കൊണ്ട് ഞങ്ങൾ പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും കാണാനായിട്ട് പറ്റിയില്ല. കാരണം ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നു, ഭയങ്കര ആളായിരുന്നു. കൂടി നിൽക്കുന്നത് കൊണ്ട് പരിപാടിയൊന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നീലൂട്ടനെയും കൊണ്ട് അവിടെ നിൽക്കുന്നതും അത്ര അടങ്ങിയിരിക്കത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ തിരിച്ച് തണ്ണിമത്തനും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു അരിപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് ജ്യൂസ് അടിക്കുന്നത് വളരെ എളുപ്പമായി. കാരണം അരിച്ചെടുക്കാനായിട്ട് പറ്റി. ചെറിയ അരിപ്പായിരുന്നെങ്കിൽ എന്താ പറയുക, ഭയങ്കര പാടായിരുന്നേനെ. കുറേശ്ശെ ഒഴിച്ച് ഒരുപാട് സമയം എടുത്തേനെ. ഇതാവുമ്പോൾ ഒറ്റ ട്രിപ്പിൽ എടുത്ത് ഊറ്റി എന്താ പറയുക, അരിച്ച് ഒക്കെ എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഞാനിവിടെ ജ്യൂസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങളെല്ലാവരും കൂടെ കുടിക്കാനായിട്ട് പോട്ടെ. തണുപ്പില്ലാതെ ഞാൻ കുടിക്കും. തണുപ്പിച്ചിട്ട് ചേട്ടായിക്കൊക്കെ ജ്യൂസ് ഇഷ്ടമുള്ളൂ. അങ്ങനെ ജ്യൂസ് കുടിക്കാൻ പോവാം. ഇനി നമ്മൾ പിറ്റേന്ന് രാവിലെ നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട്. അമ്മ വീട്ടിലുണ്ട് കേട്ടോ. അമ്മ ജോലി സ്ഥലത്തു നിന്ന് ലീവ് എടുത്തിട്ട് വന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു മോതിരം വാങ്ങിച്ച കാര്യം. അപ്പം അത് അമ്മയുടെ കയ്യിൽ കൊടുത്തപ്പോൾ അമ്മ വിചാരിച്ചു എൻ്റെ മോതിരം അവ എടുത്തുകൊണ്ട് വന്നതെന്ന് കേട്ടോ. ഞാൻ നീലൂട്ടൻ്റെ കയ്യിലാണ് കൊടുത്തു വിട്ടത്. അമ്മച്ചമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു, വിരലിലിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ കൊണ്ടുവന്ന് കയ്യിൽ കൊടുത്ത്. അപ്പോൾ അമ്മ വിചാരിച്ചു എൻ്റെ മോതിരം എടുത്തുകൊണ്ട് നടന്നതാന്ന്. ഞാൻ പറഞ്ഞത് അത് വിരലിലിട്ട് നോക്കാം. പക്ഷേ ഇത്തിരി ലൂസാട്ടോ. വലത്തെ കയ്യിൽ കുറച്ച് ടൈറ്റായിട്ട് കിടന്നോളും. പക്ഷേ എന്നാലും അമ്മ പറഞ്ഞു നൂല് ചുറ്റണ്ട, അത് പോവില്ല എന്ന് പറഞ്ഞു, ലൂസാന്നേലും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി വീടിൻ്റെ മേളിലൊക്കെ ഒന്ന് കയറാനായിട്ട് പോവാട്ടോ. അപ്പോൾ പേരയ്ക്കൊക്കെ നോക്കാനായിട്ട് പോയതാണ്. പേരയ്ക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. അങ്ങനെ നീലൂട്ടന് ഇത് അമ്മ എടുത്തു കൊടുത്ത ഓണക്കോടിയാട്ടോ. അങ്ങനെ അതൊക്കെ ഇട്ടിട്ട് നീലൂട്ടൻ ചെത്തുവാണ് അവിടെ നിന്ന്. പിന്നെ അച്ഛനും എടുത്തായിരുന്നു. അച്ഛൻ ഒരു മുണ്ടും ഷർട്ടും, അത് ഇച്ചിരി വലുതാണ്. അത് ഇത്തിരി കൂടെ കഴിഞ്ഞിട്ട് അവന് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അതിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. അങ്ങനെ പേരയ്ക്ക നോക്കാനായിട്ട് കയറിയതാട്ടോ ഞങ്ങളിവിടെ. എന്തോ വെള്ളതരം. അങ്ങനെ പേരയ്ക്ക നോക്കാൻ കയറി, അവിടെ ഇല്ല, പേരയ്ക്കൊന്നുമില്ല, റംബൂട്ടാനും ഇല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഇല വെട്ടാനായിട്ട് പോവാന്ന്. പിന്നെ അങ്ങനെ ഇവനെന്തോ തുഴഞ്ഞു പോകുന്നേ.
ഇല്ല, അത് അപ്പുറത്തെ സൈഡിലോട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഫ്രഷ് അല്ല. ഞാൻ ഇത് വെച്ചിട്ട് വരാവേ. അനങ്ങിയോ? എന്തോ അനങ്ങി? ആ എവിടെ? എടു എടു. കണ്ടില്ലായിരിക്കും. ആ അയ്യോ, ഇത് വവ്വാലൊക്കെ കൊത്തി. അവിടെ കുഴിയാന്നേ, അങ്ങോട്ട് വെള്ളത്തിൽ വീഴും അവൻ. അങ്ങനെ നമുക്കൊരു കൊല കിട്ടി. കുറേ ഭാഗമൊക്കെ ഇതാക്കി ഇല്ലേ, വവ്വാലെ കണ്ട് പഠിച്ചു. എത്ര എണ്ണം ആയി? കുറച്ചായല്ലോ. കുറച്ച് 3-4 എണ്ണം കൂടെ വെട്ടിക്കോ ഉണ്ടെങ്കിൽ. നല്ല ഇല ഇല്ല. ഇത് കൊള്ളൂല, ഇത് ചെറിയ അല്ലേ. ഇത് മറ്റേ വാഴ. ഏതാ? അത് അറിയത്തില്ല. അച്ഛൻ വന്ന് കേട്ടിട്ടില്ലേ, അമ്മ കേട്ടിട്ട്. വിളഞ്ഞോന്നൊന്നും അറിഞ്ഞൂടാ. ഡാൻസ് കളിയടാ. ആ കാട്ടിൽ കയറിയതായിരിക്കും. കല്യാണത്തിനൊക്കെ അമ്പലത്തിലൊക്കെ പോകുമ്പോ ഇടാം. കോട്ട് വേണ്ട, ഷർട്ട് മതി. അത് കൊള്ളൂല. ഇല കൊള്ളൂല. അത് മണ്ട കീറിയതാ. മതിയായിരിക്കും. വേണമെങ്കിൽ വേറെ വെട്ടാം. ചിലമ്മയുടെ അയ്യത്തും എല്ലാം കയറി വെട്ടാം. പിന്നെ അവിടെ മൊത്തം കാട് കയറി കിടക്കുമോ. കാടാ അവിടെ, അങ്ങോട്ട് പോണ്ട. എന്തെങ്കിലും കയറി കിടന്നാ അറിയത്തില്ല. ചേട്ടാ വേണ്ട, ചേട്ടാ അങ്ങോട്ട് പോണ്ട. അയ്യേ, ഇച്ചായേ. ആ അവ അങ്ങ് ചവിട്ടി, ചേട്ടായി ചവിട്ടി പോലെ. വാ, അമ്മച്ചമ്മയുടെ അടുത്ത് പോവാം. വാ, ഇല്ല അമ്മ ഇല ഇവിടെ വെക്കട്ടെ. വാ വാ അമ്മച്ചമ്മ കാണിക്കാം. വാ ചെല്ലമ്മച്ചമ്മ ചെളിയായെന്ന് പറ. അവിടെ ചെന്ന് പറ. അമ്മച്ചമ്മ തുണി കഴുകുന്നു. ചെല്ല്. ഇവിടെ ഇവിടെ അവൻ നേരെ പോ. ചെളിയായെന്ന് പറ. കാല് നോക്ക്. ചെളിയായി.
അച്ഛൻ ചാടിയ പോലെ ഒന്ന് ചാടി നോക്കിയതാ, പക്ഷെ ഞാൻ ചാടിയത് ചെളിക്കകത്തും അച്ഛൻ ചാടിയത് കരയിലും ആയിപ്പോയി. അതും നനച്ച് നോക്ക്. അവൻ ചവിട്ടിയത് ചെളിക്കകത്തായി പോയി കേട്ടോ. അങ്ങനെ അമ്മയുടെ അടുത്ത് വന്നിട്ട് അതൊക്കെ കഴുകി മാറ്റുക. ആ പാൻറ്റിലും ചെരുപ്പിലും എല്ലാം ആയി. ചെരുപ്പെന്ന് പറയുന്നത് തേജസ് കൂട്ടൻ്റെ ചെരുപ്പാണ്. അവൻ അവിടെ ചെന്നിട്ട് തേജസിൻ്റെ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിരുന്നു. പിന്നെ അവന് ആ ചെരുപ്പ് മതി, വേറെ പുതിയ ചെരുപ്പ് മേടിച്ചിട്ടൊന്നും അവന് വേണ്ട, അവന് ഈ ചെരുപ്പ് മാത്രം മതി. അങ്ങനെ അതൊക്കെ കഴുകി കൊടുത്തു അമ്മ. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ ഇരുന്നു. ഒരുമാതിരി ആയല്ലേ പനി വന്നതിന് ശേഷം, പാതിയായി ചെറുക്കൻ. അതുപോലെ ആഹാരം കഴിക്കില്ല, ഒരു വക കഴിക്കില്ല. ചോദിച്ചു നോക്കാം അവളടുത്ത്. മറ്റത് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഞങ്ങൾ തിരുവോണം ആവിട്ടവും എല്ലാം കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓണം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്ര ഉള്ളായിരുന്നു കേട്ടോ. നമുക്ക് ആഘോഷങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇത്രയൊക്കെ കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. രാത്രി 10 മണിയായി കേട്ടോ വീട്ടിലെത്തിയപ്പം. അപ്പം അതൊക്കെ കഴിഞ്ഞു, നമ്മുടെ ഓണം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.